എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയായ ISROനെ കുറിച്ചിട്ടാണ്. ISROനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മുടെ SSC, റെയിൽവേ, PSC പരീക്ഷകളിലൊക്കെ സ്ഥിരമായി ചോദിക്കാറുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് 4 ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തരികയാണ്. ചോദ്യങ്ങൾ: ISROയുടെ ആദ്യത്തെ ചെയർമാൻ. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. മൂന്നാമത്തെ ചോദ്യം: മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ISRO പദ്ധതിയുടെ പേര്. നാലാമത്തെ ചോദ്യം: ISRO നിലവിൽ വന്ന വർഷം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അറിയുമോ എന്ന് ഒന്ന് ഓർത്തു നോക്കുക. നമുക്ക് വീഡിയോ കണ്ട ശേഷം ഒന്നും കൂടെ ഈ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങളൊന്ന് റീകളക്ട് ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യമായിട്ട് വരുന്ന പോയിൻ്റ്: ഇന്ത്യയിൽ ബഹിരാകാശ ഗവേഷണ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച കമ്മിറ്റി ഏത് എന്നാണ് ഫസ്റ്റ് പോയിൻ്റ്. ഉത്തരം ഇൻകോസ്പാർ ആണ്. വർഷം 1962. ISROയ്ക്ക് മുന്നേ ആയിട്ട് ഇന്ത്യയിൽ ബഹിരാകാശ ഗവേഷണ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച കമ്മിറ്റി എന്ന് അറിയപ്പെടുന്നത് ഇൻകോസ്പാർ ആണ്. വർഷം 1962 ആണ്. അടുത്ത പോയിൻ്റ്: ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് വിക്രം സാരാഭായ് ആണ്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് വിക്രം സാരാഭായ്. ഇന്ത്യയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തിരുവനന്തപുരത്തെ തുമ്പയാണ്. അതിൻ്റെ പേര് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ അല്ലെങ്കിൽ VSSC എന്നാണ്. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയാണ്. തുമ്പയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ പേര് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ. അടുത്തതായിട്ട് ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് നൈക് അപ്പാച്ചയാണ്. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ റോക്കറ്റിൻ്റെ പേര് നൈക് അപ്പാച്ചയാണ്. ISRO സ്ഥാപിതമായ വർഷം 1969 ഓഗസ്റ്റ് 15. ISRO സ്ഥാപിതമായ വർഷം 1969 ഓഗസ്റ്റ് 15. ഈ വർഷത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ കാല് കുത്തുന്നത്, നീൽ ആംസ്ട്രോങ് ആദ്യമായിട്ട് ചന്ദ്രനിൽ കാല് കുത്തുന്നത് ഈ വർഷം തന്നെയാണ്. അതേ വർഷം തന്നെയാണ് ISRO രൂപീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡേറ്റ് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്നാണ് ISRO രൂപീകരിക്കുന്നത്. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവൻ ആണ്. അടുത്തതായിട്ട് ഇന്ത്യയുടെ സ്പേസ് ഏജൻസിയായ ISROയുടെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വിക്രം സാരാഭായ് ആണ് ഇന്ത്യയുടെ സ്പേസ് ഏജൻസി ISROയുടെ ആദ്യത്തെ ചെയർമാൻ. അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ കാലം ISRO ചെയർമാനായിരുന്ന വ്യക്തി സതീഷ് ധവാനാണ്. ഏറ്റവും കൂടുതൽ കാലം ISRO ചെയർമാനായിരുന്ന വ്യക്തി സതീഷ് ധവാൻ. ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ്, ഏറ്റവും കൂടുതൽ കാലം ISRO ചെയർമാനായിരുന്ന വ്യക്തി സതീഷ് ധവാനായിരുന്നു. ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയാണ്. ഈ ഒരു ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ പേര് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്നാണ്. അതായത് ISROയുടെ ഏറ്റവും കൂടുതൽ ചെയർമാനായിരുന്ന സതീഷ് ധവാൻ്റെ പേരിലാണ് ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം അറിയപ്പെടുന്നത്. അത് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട. അടുത്ത പോയിൻ്റ്: ISRO വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ പേര് ഭുവൻ എന്നാണ്. ISRO വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൻ്റെ പേര് ഭുവൻ എന്നാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവസാനം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു 2 പോയിൻ്റ് ഒന്ന് റീകളക്ട് ചെയ്യാം. ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയാണ്. ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ടയാണ്. അടുത്തതായിട്ട് മിസൈൽ വിക്ഷേപണ കേന്ദ്രം, അതായത് ഇന്ത്യയിലെ മിസൈലുകൾ പരീക്ഷിക്കപ്പെടുന്ന സ്ഥലം ഒഡീഷയിലെ വീലർ ദ്വീപിൽ ആണ് ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പുതിയ പേര് അബ്ദുൽ കലാം ഐലൻഡ് എന്നാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ ചാന്ദ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ ഒരു 3 പോയിന്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഓപ്ഷനിൽ ചാന്ദ്പൂർ ആയിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ വീലർ ദ്വീപ് ആയിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ അബ്ദുൽ കലാം ഐലൻഡ് എന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ 3 പേരുകളൊന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തതായിട്ട് ഇന്ത്യയുടെ സൗര നിരീക്ഷണാലയം സോളാർ ഒബ്സർവേറ്ററി സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഇന്ത്യയുടെ സൗര നിരീക്ഷണാലയം സ്ഥിതി ചെയ്യുന്നത്. ISROയുടെ ആസ്ട്രോനോട്ട് ട്രെയിനിങ് ഹബ് ബാംഗ്ലൂരിലെ ചല്ലക്കരയിൽ സ്ഥിതി ചെയ്യുന്നു. ISROയുടെ ആസ്ട്രോനോട്ട് ട്രെയിനിങ് ഹബ് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിലെ ചല്ലക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ഇന്ത്യ ആദ്യമായിട്ട് മനുഷ്യനെ ബഹിരാകാശത്ത് അയക്കാനുള്ള പദ്ധതിയുടെ പേരാണ് ഗഗൻയാൻ. ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്ന പേരാണ് ആസ്ട്രോനോട്ട്. അപ്പോൾ ഇവരെ ട്രെയിൻ ചെയ്യാനുള്ള ആ ഒരു സെൻറ്ററാണ് ബാംഗ്ലൂരിലെ ചല്ലക്കര. വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. അടുത്തതായിട്ട് ISROയുടെ അനുബന്ധ സ്ഥാപനങ്ങളെ പറ്റിയിട്ടാണ്. ഒന്നാമതായിട്ട് ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണ്. ഇതറിയപ്പെടുന്നത് ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ
ഇന്ത്യൻ സ്പേസ് സയൻസിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയാണ്. അടുത്തതായിട്ട് നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ. റെയിൽവേ SSC പരീക്ഷകളുടെ അല്ലെങ്കിൽ PSCയിലൊക്കെ സ്ഥിരമായി ചോദിച്ചു കാണാറുള്ള ഒരു പോയിൻ്റാണിത്. നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. അടുത്തതായിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ്. ഈ രണ്ട് പോയിന്റുകളും മാറിപ്പോരുത്. നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ്. അടുത്തതായിട്ട് ISROയുടെ സാറ്റലൈറ്റ് സെൻറ്റർ ബാംഗ്ലൂരിൽ സ്ഥിതി ചെയ്യുന്നു. അതായത് ഇന്ത്യയിൽ കൃത്രിമ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലമാണ് ISRO സാറ്റലൈറ്റ് സെൻറ്റർ. ഇത് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. അടുത്തതായിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ആൻഡ്രിക്സ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. ആൻഡ്രിക്സ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് അതായത് ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങളുടെ അതായത് കൃത്രിമ ഉപഗ്രഹങ്ങളെ സ്പേസിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ടെക്നോളജി ഇല്ലാത്ത രാജ്യങ്ങളുടെ കൃത്രിമ ഉപഗ്രഹങ്ങൾ ഇന്ത്യയുടെ ടെക്നോളജിയുടെ സഹായത്താൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ട കമ്മ്യൂണിക്കേഷൻ അതേപോലെ കാലാവസ്ഥാ പഠനത്തിനൊക്കെ എല്ലാ രാജ്യങ്ങൾക്കും ഇപ്പോൾ കൃത്രിമ ഉപഗ്രഹങ്ങൾ ആവശ്യമാണ്. പക്ഷേ എല്ലാ രാജ്യങ്ങൾക്കും അതിനുള്ള ടെക്നോളജി ഇല്ല. അപ്പോൾ ഇന്ത്യ ചുരുങ്ങിയ ചിലവിൽ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചുരുങ്ങിയ ചിലവിൽ തന്നെ ഇന്ത്യ ഈ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി മാത്രമായി ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ. ഇതിൻ്റെ ആസ്ഥാനവും ബാംഗ്ലൂർ തന്നെയാണ്. അടുത്തായിട്ട് സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. അപ്പോൾ ഈ ഒരു പോയിന്റുകൾ മുഴുവൻ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്, സ്ഥിരമായിട്ട് ചോദിച്ചു കാണാറുള്ളതാണ്. ഇനി പറയാൻ പോകുന്നത് ഇന്ത്യയുടെ പ്രധാന ബഹിരാകാശ ദൗത്യങ്ങളെ കുറിച്ചിട്ടാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എന്നറിയപ്പെടുന്നത് എല്ലാവർക്കും അറിയാം, ആര്യഭട്ടയാണ്. ഇന്ത്യ ആദ്യമായിട്ട് വിക്ഷേപിക്കുന്ന കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. വർഷം ഓർത്തു വയ്ക്കുക, 1975 ഇത് വിക്ഷേപിക്കുന്നത് ഇന്ത്യയിൽ നിന്നല്ല, പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ റഷ്യയുടെ ഭാഗമായിരുന്ന വോൾഗോഗ്രാഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ആര്യഭട്ട വിക്ഷേപിക്കപ്പെടുന്നത്. അടുത്തതായിട്ട് ഭാസ്കര 1, ഇന്ത്യ രണ്ടാമതായിട്ട് വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ഭാസ്കര 1. ഇതിൻ്റെ പ്രത്യേകത, ഇത് ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഭാസ്കര 1 ആണ്. വർഷം 1979. ഇതും വിക്ഷേപിക്കുന്നത് സോവിയറ്റ് യൂണിയനിലെ വോൾഗോഗ്രാഡിൽ നിന്ന് തന്നെയാണ്. വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന വാഹനം C1 ഇൻ്റർ കോസ്മോസ് എന്ന വാഹനമായിരുന്നു. അടുത്തതായിട്ട് ഇന്ത്യയുടെ മൂന്നാമത്തെ ഉപഗ്രഹം രോഹിണിയാണ്. രോഹിണിയുടെ പ്രത്യേകത, ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് രോഹിണി. വർഷം 1980. ഈ ഒരു വർഷം ഓർത്തു വയ്ക്കുക. ഇത് SSC പരീക്ഷകളിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു പോയിൻ്റാണ്, രോഹിണി വിക്ഷേപിച്ച വർഷം. വിക്ഷേപണ വാഹനം SLV-3 ആയിരുന്നു. രോഹിണി വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനത്തിൻ്റെ പേര് SLV-3 ആയിരുന്നു. അടുത്തതായിട്ട് ആപ്പിൾ. വർഷം 1981. പ്രത്യേകത, ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആപ്പിൾ ആയിരുന്നു. വർഷം 1981. ഇതിൻ്റെ ആപ്പിളിൻ്റെ ഫുൾ ഫോം ആരിയാൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെൻ്റ് എന്നായിരുന്നു. ആരിയാൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെൻറ്റ് വിക്ഷേപിച്ചത് ഫ്രാൻസിൻ്റെ ഭാഗമായ ഫ്രഞ്ച് ഗയാനയിലെ കൗറു എന്ന സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ഈ ആപ്പിൾ എന്ന് പറയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം വിക്ഷേപിച്ചത്. അടുത്തായിട്ട് ഇൻസാറ്റ് 2A. വർഷം 1992. പ്രത്യേകത, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ വിവിധോദ്ദേശ ഉപഗ്രഹം, അതായത് മൾട്ടി പർപ്പസ് സാറ്റലൈറ്റ്. അതായത് ഒരു ഉപഗ്രഹത്തിൽ തന്നെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാലാവസ്ഥ നിരീക്ഷണമാവാം, അതേപോലെ കമ്മ്യൂണിക്കേഷൻ ആവാം, അങ്ങനെയുള്ള പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ഉപഗ്രഹം ഇൻസാറ്റ് 2A ആയിരുന്നു. അടുത്തതായിട്ട് IRS-1A. വർഷം 1988. ഇന്ത്യയുടെ ആദ്യത്തെ വിദൂര സംവേദന ഉപഗ്രഹം. ഇതിൻ്റെ ഇംഗ്ലീഷ് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ആണ്. ഇതായിരുന്നു IRS-1A. വർഷം 1988. അടുത്തതായിട്ട് ഓഷ്യാനോസാറ്റാണ്. വർഷം 1999. ആ പേരിൽ തന്നെയുണ്ട് ഓഷ്യൻ അല്ലെങ്കിൽ സമുദ്രങ്ങളെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹമാണ് ഓഷ്യാനോസാറ്റ്. അടുത്തതായിട്ട് കൽപ്പന 1. അതിൻ്റെ വേറൊരു പേര് മെറ്റ്സാറ്റ് എന്നാണ്.
ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹമാണ് കൽപ്പന 1. കൽപ്പന 1ൻ്റെ പ്രത്യേകത ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹം എന്നതായിരുന്നു. അടുത്തതായിട്ട് എജുസാറ്റ് ആണ്. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹമാണ് എജുസാറ്റ്. ഇതിൻ്റെ വർഷം ഒന്ന് ഓർത്തിരിക്കുക, 2004 എജുസാറ്റ് വിക്ഷേപിക്കുന്നത്. വിക്ഷേപണ വാഹനം GSLV F01 ആയിരുന്നു. അടുത്തതായിട്ട് കാർട്ടോസാറ്റ് 1 ആണ്, വർഷം 2005. ഇതുപയോഗിച്ചിരുന്നത് ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള ഉപകരണം വഹിച്ചുകൊണ്ട് വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 1. ഇതിൻ്റെ വർഷം ഓർത്തിരിക്കുക, 2005 ആയിരുന്നു വർഷം. അടുത്തതായിട്ട് കാർട്ടോസാറ്റ് 2 ആണ്, വർഷം 2007. വിക്ഷേപണ വാഹനം PSLV C7 ആയിരുന്നു. അപ്പോൾ ഈ ഒരു വിക്ഷേപണ വാഹനത്തിൻ്റെ പേര് കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് ISRO ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിച്ച 100ാമത്തെ ഉപഗ്രഹമായിരുന്നു കാർട്ടോസാറ്റ് 2 എന്നറിയപ്പെടുന്നത്. ഇത് വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനത്തിൻ്റെ പേര് PSLV C7 ആണ്. അപ്പോൾ ഇതുവരെയുള്ള വിക്ഷേപണ വാഹനങ്ങളുടെ പേര് അത്ര കാര്യമായിട്ട് ചോദിച്ച് കണ്ടിട്ടില്ലെങ്കിലും ഈ ഒരു പോയിൻ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തതായിട്ട് സരളാണ്. ഇതിൻ്റെ പ്രത്യേകത ഇന്ത്യയും ഫ്രാൻസും കൂടി സമുദ്ര പഠനത്തിന് വേണ്ടി യോജിച്ച് തയ്യാറാക്കിയ ഉപഗ്രഹമാണ് സരൾ. അപ്പോൾ ഏത് രാജ്യമാണ് സരൾ എന്ന കൃത്രിമ ഉപഗ്രഹത്തിന് ഇന്ത്യയുമായി സഹകരിച്ചത് എന്നായിരിക്കും ചോദിക്കുക. ഉത്തരം ഫ്രാൻസ് ആണ്. അടുത്തതായിട്ട് ചന്ദ്രയാൻ 1, വർഷം 2008 ഒക്ടോബർ 22. വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്രദൗത്യമായിരുന്നു ചന്ദ്രയാൻ 1. വിക്ഷേപണ വാഹനം PSLV C11 ആയിരുന്നു. അടുത്തതായിട്ട് ചന്ദ്രയാൻ 2, വർഷം 2019. ചന്ദ്രയാൻ 1 2008, ചന്ദ്രയാൻ 2 വർഷം 2019. ഈ ഒരു ചന്ദ്രയാൻ 2 എന്നറിയപ്പെടുന്ന ഈ ഒരു മിഷൻ അതൊരു ഫെയിലറായിരുന്നു. ഇത് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇടിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓർത്തിരിക്കേണ്ട 2 പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഈ ചന്ദ്രയാൻ 2ൽ ഉപയോഗിച്ചിരുന്ന ലാൻഡർ, അതിൻ്റെ പേര് വിക്രം എന്നായിരുന്നു. അടുത്തതായിട്ട് റോവർ, അതിൻ്റെ പേര് പ്രഗ്യാൻ എന്നായിരുന്നു. അപ്പോൾ ഈ പേരുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ലാൻഡർ എന്താണ്, റോവർ എന്താണെന്നൊന്ന് പറയാം. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ലാൻഡറിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, റോവറിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ചന്ദ്രയാൻ 2 എന്ന് പറയുന്ന ആ ഒരു വാഹനത്തിൽ നിന്നും പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ ചന്ദ്രനിലേക്ക് ലാൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഭാഗമാണ് വിക്രം എന്നറിയപ്പെടുന്ന ലാൻഡർ. ഇനി അടുത്തതായിട്ട് റോവറാണ്. ലാൻഡറിൻ്റെ ഭാഗമാണ് റോവർ. അപ്പോൾ ചന്ദ്രനിലേക്ക് ലാൻഡർ ഇറങ്ങിയ ശേഷം അതിൽ നിന്നും റോവർ വേർപെട്ട് ചന്ദ്രൻ്റെ ഉപരിതലത്തിലേക്ക് ഇറങ്ങും. എന്നിട്ട് ചന്ദ്രൻ്റെ മണ്ണിനെ പറ്റിയിട്ടും അതേപോലെ അവിടുത്തെ കാലാവസ്ഥ, ജലസാന്നിധ്യം ഇവയെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രയാൻ 2ൽ ഉൾക്കൊള്ളിച്ചിരുന്ന ഒരു ഭാഗത്തിനെയാണ് റോവർ, അല്ലെങ്കിൽ അതിൻ്റെ പേര് പ്രഗ്യാൻ എന്നായിരുന്നു. അപ്പോൾ ചന്ദ്രയാൻ 2 ഫെയിലർ ആയിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ചന്ദ്രയാൻ 3ലും ഉപയോഗിച്ചത് ഇതേ പേരിലുള്ള ലാൻഡറും റോവറും തന്നെയാണ്. വിക്രം, പ്രഗ്യാൻ എന്ന് തന്നെയായിരുന്നു ഇവയുടെയൊക്കെ പേരുകൾ. അടുത്തതായിട്ട് ചന്ദ്രയാൻ 3യുടെ വർഷം കൂടെ ഒന്ന് ഓർത്തു വയ്ക്കാം. വർഷം 2023. വിക്ഷേപണ വാഹനം LVM-3. ഈ ഒരു വിക്ഷേപണ വാഹനം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു പോകാം. LVM-3 എന്ന് അറിയപ്പെടുന്ന വിക്ഷേപണ വാഹനം ഇന്ത്യയുടെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു വിക്ഷേപണ വാഹനമാണ്. ഇതിൻ്റെ പഴയ പേര് GSLV Mark 3 എന്നായിരുന്നു. ഇതിൻ്റെ കപ്പാസിറ്റി 4000 കിലോഗ്രാം വരെയാണ്. ഇതിൻ്റെ മറ്റ് പേരുകൾ ബാഹുബലി, ഫാറ്റ് ബോയ് എന്നിവയാണ്. ചിലപ്പോൾ അങ്ങനെയാവും ചോദ്യം വരിക. ബാഹുബലി അല്ലെങ്കിൽ ഫാറ്റ് ബോയ് എന്നൊക്കെ അറിയപ്പെടുന്ന ഇന്ത്യയുടെ വിക്ഷേപണ വാഹനം ഏത് എന്നായിരിക്കും ചോദ്യം. അപ്പോൾ LVM-3 എന്നായിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുക. അല്ലെങ്കിൽ GSLV Mark 3 എന്ന് കണ്ടാലും ഉത്തരം അതാണെന്ന് എഴുതുക. അടുത്തതായിട്ട് മംഗൾയാൻ, വർഷം 2013. ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വ ദൗത്യമായിരുന്നു മംഗൾയാൻ. ഇതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വ ദൗത്യം വിജയിപ്പിച്ച രാജ്യമാണ്, ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. അതായത് അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ചൊവ്വയിൽ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ആദ്യത്തെ ദൗത്യം ഫെയിലറായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ദൗത്യത്തിൽ തന്നെ ഇന്ത്യ വിജയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഇന്ത്യയുടെ ഒരു നേട്ടമായിരുന്നു. ചിലപ്പോൾ ഇങ്ങനെ തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വ ദൗത്യം വിജയിപ്പിച്ച രാജ്യം ഏത് എന്നായിരിക്കും ചോദിക്കുക. ഉത്തരം ഇന്ത്യയാണ്. അടുത്തതായിട്ട് ആദിത്യ L1, സൂര്യനെ പറ്റി പഠിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ ദൗത്യമായിരുന്നു ആദിത്യ L1. അടുത്തതായിട്ട് GSAT 11.
ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമായിരുന്നു GSAT-11. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം പേര് GSAT-11 എന്നാണ്. ഇതിൻ്റെ വേറൊരു പേരായിരുന്നു വലിയ പക്ഷി എന്നുള്ള പേര്. അപ്പോൾ ആ ഒരു പേര് കൂടെ ചോദിക്കാം. വലിയ പക്ഷി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹം GSAT-11 ആണ്. അടുത്ത പോയിന്റ്, ആമസോണിയ 1 ISROയുടെ പുതിയ വാണിജ്യ വിഭാഗമായ NSIL. നമ്മൾ നേരത്തെ പറഞ്ഞു ആൻഡ്രിക്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ISROയുടെ ഒരു വേറൊരു വാണിജ്യ വിഭാഗമാണ് NSIL അല്ലെങ്കിൽ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ഇതിൻ്റെ ആദ്യത്തെ സമ്പൂർണ്ണ വാണിജ്യ വിക്ഷേപണമായിരുന്നു ആമസോണിയ 1. ബ്രസീലിൻ്റെ ഉപഗ്രഹങ്ങളാണ് ഇന്ത്യ ഇവിടെ വിക്ഷേപിച്ചത്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ആമസോണിയ 1 ഏത് രാജ്യത്തിൻ്റെ ഉപഗ്രഹമായിരുന്നു എന്നായിരിക്കും ചോദ്യം. ഉത്തരം ബ്രസീലാണ്. വിക്ഷേപിച്ചത് അല്ലെങ്കിൽ വിക്ഷേപിക്കാൻ സഹായിച്ചത് ഇന്ത്യയായിരുന്നു. അടുത്തായിട്ട് ഗഗൻയാനെ പറ്റിയിട്ടാണ്. അതായത് ISROയുടെ ഏറ്റവും വലിയൊരു പ്രൊജക്റ്റാണ് ഗഗൻയാൻ. ബഹിരാകാശത്തേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ദൗത്യമാണ് ഗഗൻയാൻ. ഇതിനുപയോഗിക്കുന്ന വിക്ഷേപണ വാഹനം നമ്മൾ നേരത്തെ പറഞ്ഞു LVM-3, ഇന്ത്യയുടെ ഏറ്റവും ശക്തിയേറിയ വിക്ഷേപണ വാഹനമായ LVM-3 ആണ് ഗഗൻയാൻ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇന്ത്യ ഉപയോഗിക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് ഒരു റോബോട്ടിനെ പറ്റിയിട്ടാണ്. ഗഗൻയാന് മുൻപ് ISRO പരീക്ഷിക്കുന്ന അർദ്ധ ഹ്യൂമനോയിഡ് റോബോട്ട്, അതിൻ്റെ പേരാണ് വ്യോമമിത്ര. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ചിത്രം ഇവിടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേര് ഓർത്തിരിക്കുക, വ്യോമമിത്ര എന്നുള്ള പേരൊന്ന് ഓർത്തിരിക്കുക. അടുത്തതായിട്ട് ഗഗൻയാൻ ദൗത്യത്തിന് ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യങ്ങൾ റഷ്യയും ഫ്രാൻസുമാണ്. ഗഗൻയാൻ ദൗത്യത്തിന് ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യങ്ങൾ റഷ്യയും ഫ്രാൻസുമാണ്. അടുത്തതായിട്ട് ആസ്ട്രോസാറ്റാണ്. വർഷം 2015 ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ നിരീക്ഷണ ദൗത്യം. അതായത് ബഹിരാകാശത്തെ വസ്തുക്കളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേരാണ് ആസ്ട്രോസാറ്റ്. വർഷം 2015. അടുത്തതായിട്ട് GSAT-9 വർഷം 2017 ഇന്ത്യയുടെ അയൽരാജ്യങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് വിക്ഷേപിച്ച ഉപഗ്രഹമാണ് GSAT-9. ഇതിൻ്റെ വേറൊരു പേരാണ് സൗത്ത് ഏഷ്യ സാറ്റലൈറ്റ്. അതായത് കമ്മ്യൂണിക്കേഷൻ, അതേപോലെ കാലാവസ്ഥ നിരീക്ഷണം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഉപഗ്രഹങ്ങൾ ആവശ്യമുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആവശ്യമായ ടെക്നോളജി ഇതുവരെ കൈവരിക്കാൻ സാധിക്കാതെ പോയ ഇന്ത്യയുടെ അയൽരാജ്യങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് GSAT-9. ഇതിൻ്റെ വേറൊരു പേരാണ് സൗത്ത് ഏഷ്യ സാറ്റലൈറ്റ് എന്നത്. അടുത്തതായിട്ട് കലാംസാറ്റാണ്. പ്രത്യേകത, ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം ഏത് എന്നായിരിക്കും ചോദിക്കുക. ഉത്തരം കലാംസാറ്റാണ്. അടുത്തതായിട്ട് GSAT-7A ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ ഉപഗ്രഹം. ഇന്ത്യയുടെ ആദ്യത്തെ ഡിഫൻസ് സാറ്റലൈറ്റാണ് GSAT-7A. അടുത്തതായിട്ട് PSLV C-37 ഒറ്റ വിക്ഷേപണത്തിൽ 104 ഉപഗ്രഹങ്ങൾ ഒരുമിച്ച് വിക്ഷേപിച്ച് ചരിത്രം കുറിച്ച ദൗത്യമായിരുന്നു PSLV C-37. ഇത് ആ സമയത്തെ ഒരു ലോക റെക്കോർഡായിരുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളെ ഒറ്റ വിക്ഷേപണത്തിൽ വിക്ഷേപിച്ച് ചരിത്രം കുറിച്ച രാജ്യമായിട്ട് ഇന്ത്യ ആ സമയത്ത് മാറിയിട്ടുണ്ടായിരുന്നു. ആ ദൗത്യത്തിൻ്റെ പേരാണ് PSLV C-37. അടുത്തായിട്ട് നാവിക്കാണ്. നമ്മൾ ഈ GPS എന്നുള്ള വാക്കൊക്കെ കേട്ടിട്ടുണ്ടാവും, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഇത് അമേരിക്കയുടെ ടെക്നോളജിയാണ്. ഇതിന് ബദലായിട്ട് ഇന്ത്യ കണ്ടുപിടിച്ച ടെക്നോളജിയാണ് നാവിക് എന്ന് പറയുന്നത്. അതായത് ഇതൊരു ഗതിനിർണയ സംവിധാനമാണ്. ഇതിൻ്റെ ഫുൾ ഫോം നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്നാണ്. ഇത് സാധ്യമാക്കിയത്, ഇത് ഒരു ഉപഗ്രഹം കൊണ്ട് നമുക്ക് സാധ്യമാകുന്ന കാര്യമല്ല. ഒരു സീരീസ് ഓഫ് സാറ്റലൈറ്റ്സിനെ വിക്ഷേപിച്ചുകൊണ്ടാണ് ഈ ഒരു ടെക്നോളജി ഇന്ത്യ കൈവരിച്ചത്. ഇതിൻ്റെ ആദ്യത്തെ ഉപഗ്രഹത്തിൻ്റെ പേര് IRNS-S-1A എന്നായിരുന്നു. ഫുൾ ഫോം ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. IRNS-S-1A ഇതൊരു സീരീസ് ഓഫ് സാറ്റലൈറ്റ്സ് ആയിരുന്നു. ഇതിൻ്റെ ആദ്യത്തെ ഉപഗ്രഹത്തിൻ്റെ പേര് IRNS-S-1A എന്നാണ്. ഇത് ചിലപ്പോൾ ഇങ്ങനെയാവും ചോദിക്കുക, ഇന്ത്യയുടെ ഗതിനിർണയ സംവിധാനം നാവികാണ്. അടുത്തതായിട്ട് ISROയുടെ വാണിജ്യ വിഭാഗങ്ങൾ, ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചു. ആൻഡ്രിക്സ് കോർപ്പറേഷനും NSIL-ഉമാണ്. ഇന്ത്യയുടെ ഉപഗ്രഹവേദ മിസൈൽ സാങ്കേതികവിദ്യ ഉൾപ്പെടുന്ന മിഷൻ ശക്തിയാണ്. അതായത് ചാര ഉപഗ്രഹങ്ങളെ, ഇന്ത്യക്ക് മേലെയുള്ള ചാര ഉപഗ്രഹങ്ങളെ തകർക്കാൻ ഉപയോഗിക്കുന്ന മിസൈൽ സാങ്കേതികവിദ്യയുടെ പേരാണ് മിഷൻ ശക്തി. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ, ഒരു ഇന്ത്യക്കാരനായ അല്ലെങ്കിൽ ഇന്ത്യൻ വംശജനായ വ്യക്തി ആദ്യമായിട്ട് ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്നത് രാകേഷ് ശർമ്മയാണ്. ആദ്യത്തെ വനിത കൽപ്പന ചൗളയാണ്. കൽപ്പന ചൗള മരണപ്പെട്ടത് കൊളംബിയ എന്ന ബഹിരാകാശ വാഹനം
അപകടത്തിൽപ്പെട്ടതിനെ തുടർന്നിട്ടാണ് കൽപ്പന ചൗള അന്തരിക്കുന്നത്. അടുത്തതായിട്ട് ISRO ബഹിരാകാശ വകുപ്പിന് കീഴിലായ വർഷം 1972. 1972 മുൻപ് ഇന്ത്യയുടെ ആണവോർജ വകുപ്പിന് കീഴിലായിരുന്നു ISRO. അപ്പോൾ ISRO ആദ്യമായിട്ട് ബഹിരാകാശ വകുപ്പ് എന്നുള്ള ഒരു വകുപ്പ് തന്നെ രൂപീകരിച്ചുകൊണ്ട് ISROനെ അതിൻ്റെ കീഴിലാക്കിയിരുന്നു. വർഷം 1972 അപ്പോൾ ഫോം ചെയ്യുന്ന സമയത്ത് ഏതിൻ്റെ കീഴിലായിരുന്നു എന്ന് ചോദിക്കാറുണ്ട്. ഉത്തരം ആണവോർജ വകുപ്പാണ്. അടുത്തതായിട്ട് SLV എന്ന് പറയുന്ന ആ ഒരു റോക്കറ്റിൻ്റെ ഫുൾ ഫോമാണ് സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ എന്നാണ് SLVയുടെ പേര്. അടുത്തതായിട്ട് PSLV ഫുൾ ഫോം പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. GSLV ജിയോ സിങ്കർണസ് സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. ഫുൾ ഫോമുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായിട്ട് INSAT ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ്. ഒന്നും കൂടെ SLVയുടെ ഫുൾ ഫോം സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ, PSLVയുടെ ഫുൾ ഫോം പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ, GSLV ജിയോ സിങ്കർണസ് സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ, INSATൻ്റെ ഫുൾ ഫോം ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ്. അടുത്തതായിട്ട് കൃത്രിമ ഉപഗ്രഹം നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അണ്ണാ യൂണിവേഴ്സിറ്റിയാണ് ആദ്യമായിട്ട് കൃത്രിമ ഉപഗ്രഹം നിർമ്മിക്കുന്ന യൂണിവേഴ്സിറ്റി. അതിൻ്റെ പേരായിരുന്നു അനൂസാറ്റ്. അണ്ണാ യൂണിവേഴ്സിറ്റി നിർമ്മിച്ച ഉപഗ്രഹത്തിൻ്റെ പേരായിരുന്നു അനൂസാറ്റ്. അടുത്തതായിട്ട് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ടെസി തോമസ് ആണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം, മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ടെസി തോമസ് ആയിരുന്നു. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ K ശിവനായിരുന്നു. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ K ശിവൻ. റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ റിതു കരിദാൽ ശ്രീവാസ്തവ. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ K ശിവൻ, റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ റിതു കരിദാൽ ശ്രീവാസ്തവ. നമുക്ക് ഒരു 2 പോയിൻറ്റും കൂടെ ഒന്ന് പഠിക്കാം. ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്തെ ISROയുടെ ചെയർമാൻ മലയാളിയായിരുന്ന G മാധവൻ നായരായിരുന്നു. ഈ ഒരു പോയിൻ്റ് കൂടെ ഇടയ്ക്ക് ചോദിച്ച് കാണാറുണ്ട്. ചന്ദ്രയാൻ 1 ISROയുടെ ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്തെ ചെയർമാൻ G മാധവൻ നായരായിരുന്നു. അടുത്തതായിട്ട് മംഗൾയാൻ ദൗത്യ സമയത്തെ ISROയുടെ ചെയർമാൻ ഇതും മലയാളിയാണ്, K രാധാകൃഷ്ണനായിരുന്നു. മംഗൾയാൻ ദൗത്യ സമയത്തെ ISROയുടെ ചെയർമാൻ. അപ്പോൾ നമ്മൾ കുറേ പോയിൻറ്റുകൾ ISROയുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഈ ഒരു 4 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഒന്ന് റീകളക്ട് ചെയ്തിട്ട് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. ചോദ്യങ്ങൾ ഇവയൊക്കെയായിരുന്നു. ഒന്നാമത്തെ ചോദ്യം ISROയുടെ ആദ്യ ചെയർമാൻ. രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. മൂന്നാമത്തെ ചോദ്യം മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ISRO പദ്ധതിയുടെ പേര്. നാലാമത്തെ ചോദ്യം ISRO നിലവിൽ വന്ന വർഷം. അപ്പോൾ ഈ ഒരു PDF ഫയൽ, ഈ ഒരു ഹാൻഡ് റിട്ടൺ നോട്ട്സ് PDF ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ ജസ്റ്റ് അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ടൊന്ന് കയ്യിൽ വെച്ചോളൂ. വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്.